ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഈ 8ാം ദിവസവും തുടരുന്നത്. എന്നാൽ പ്രതീക്ഷ തരുന്ന ഒരു വാർത്തയും നിലവിൽ ഷിരൂരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അർജുൻ ജീവനോടെ തിരികെ എത്തുമോ എന്ന ചോദ്യം മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. ഈ 8ാം ദിവസവും ഭക്ഷണവും വെള്ളവും ഓക്സിജനും ഇല്ലാതെ എങ്ങനെ അവിടെ കഴിച്ചുകൂട്ടുമെന്ന കാര്യത്തിലാണ് അങ്കലാപ്പ് വർദ്ധിക്കുന്നത്. പക്ഷേ നിലവിൽ ചില അത്യാധുനിക റഡാർ സിഗ്നലുകൾ ലഭിച്ചതനുസരിച്ച് നദിയുടെ 25 അടി താഴ്ചയിൽ അർജുനും ഒപ്പം തന്നെ ലോറിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന സേന നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ലോറിയും അർജുനും രണ്ടിടത്താകാമെന്നുള്ള ഒരു വലിയ ആശങ്കയും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുകയാണ്. എന്നിരുന്നാലും ഇതിൽ ആശ്വാസമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ വേഗത്തിലുണ്ടായ ഒരു നടപടിയും ഏറെ ശ്രദ്ധ നേടിത്തരികയാണ്. പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. തിരച്ചിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും ഇത് തന്നെയാണ്. ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ അർജുൻ്റെ ലോറി ഉണ്ടാകുമെന്ന സംശയം തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. റോഡിൽ ലോറി ഇല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരു സൈനിക ആസ്ഥാനം വ്യക്തമാക്കിയതാണ്. ഇനി നദിയിൽ പരിശോധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹിമാലയൻ ടാസ്കായി ചൂണ്ടിക്കാണിക്കുന്നത്. സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും മുന്നിലുള്ളത് ഇങ്ങനെയുള്ള ഭീമമായ വെല്ലുവിളി കൂടിയാണ്. ബോറിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ തുരന്നുള്ള പരിശോധനയാണ് ഇനി മുന്നിൽ നിൽക്കുന്നത്. ശക്തമായ അടിയൊഴുക്കുള്ള പുഴയാണ് ഗംഗാവാലി പുഴ എന്ന് പറയുന്നത്. വലിയ ഒരു പുഴ, 25 അടിയിലേറെ താഴ്ചയുണ്ട്. ഈ ഗംഗാവാലി നദി തുരന്ന് താഴേക്ക് പോയി അർജുനെ കണ്ടെത്താനും ഒപ്പം ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് അതിനെ എയർലിഫ്റ്റ് ചെയ്യാനുമുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ സേന ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഗംഗാവാലി എന്ന് പറയുന്ന ഈ നദി. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയും ഹൂബ്ലിക്ക് സമീപത്തു നിന്നും തുടങ്ങി ഘോര വനങ്ങൾക്കിടയിലൂടെ ഉണ്ടായി അറബിക്കടലിൽ എത്തിച്ചേരുന്ന നദിയുടെ നീളമെന്ന് പറയുന്നത് 161 കിലോമീറ്ററും അതിൽ ഏറ്റവും അധികം വീതിയുള്ള ഒരു ഭാഗമായി തന്നെ നമുക്ക് ഷിരൂരിലെ ഈ മേഖലയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഗോകർണത്തിന് അടുത്ത് വെച്ചാണ് ഈ നദി കടലിൽ ചേരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗോകർണം എന്ന് പറയുന്നത് ഷിരൂരിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. അത്രയധികം ദൂരം സഞ്ചരിച്ചാണ് ഇത് അറബിക്കടലിൽ എത്തിച്ചേരുന്നത്. മൺസൂൺ കാലഘട്ടത്തിൽ ശക്തമായ അടിയൊഴുക്കോടുകൂടി ഈ നദി കരകവിഞ്ഞൊഴുകുകയും സമീപ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ ഫലഭൂഷ്ടിയുള്ള രീതിയിൽ കൃഷിക്കും മറ്റും സഹായകരമായി ഇത് പ്രവർത്തിക്കാറുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വിപത്തായും ഈ നദി ഇതുപോലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പല സ്ഥലങ്ങളിലായി നദിക്ക് 300 മീറ്റർ മുതൽ 1/2 കിലോമീറ്ററോളം വീതിയാണ് പറയപ്പെടുന്നത്. ഇത്രയധികം വീതി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ജലമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഷിരൂരിൽ കുന്നിടിഞ്ഞ് വീണ മണ്ണ് പുഴയിൽ വീണ് ഒരു മണൽക്കൂനയായി നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഒക്കെ തന്നെ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണുവാനായി കഴിയുന്നത്. അത് അടിത്തട്ടിൽ ചെളി രൂപത്തിൽ കട്ടിയായി കിടക്കുകയാണെന്നുള്ള നിഗമനത്തിലാണ് സൈന്യമുള്ളത്. 8 മീറ്റർ താഴ്ചയിൽ ലോറി ഒരുപക്ഷെ ഉണ്ടായിരിക്കാമെന്നുള്ളതാണ് നൂതന റഡാർ ഉപയോഗിച്ച് കിട്ടിയ സിഗ്നലിലൂടെ നേരത്തെ റിപ്പോർട്ട് ലഭിച്ചിരുന്നത്. എന്നിരുന്നാലും 25 അടി താഴ്ചയിൽ വരെ നദിയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്.